സാമ്പത്തിക വിദഗ്ധൻ ശ്രീ എസ് ആദികേശവിലേക്കാണ്. ശ്രീ ആദികേശവ്, ഈ ബജറ്റിൻ്റെ പ്രായോഗികതയെക്കുറിച്ചാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. എങ്ങനെയാണ് ഇത്തരത്തിൽ, തീർച്ചയായും നമുക്കറിയാം നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റാണ്, ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകണം, അത് പ്രായോഗികമായി നടപ്പാക്കുകയൊക്കെ തന്നെ സ്റ്റേറ്റിൻ്റെ അനിവാര്യതയാണ്. പക്ഷേ ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് വലിയ പ്രശ്നമായി അവശേഷിക്കുകയില്ലേ? 1.82 ലക്ഷം കോടി വരവും 2.4 ലക്ഷം കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ഈ ബജറ്റിൽ എങ്ങനെയാണ് ഇത്ര വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള പണം കണ്ടെത്താനാകുക? നീലിമ, ഞാനിപ്പോൾ കുറച്ച് താമസിച്ചു പോയി ജോയിൻ ചെയ്യാനായിട്ട്. ബജറ്റിനെക്കുറിച്ച് പൊതുവേ ഈ വെൽഫെയർ മെഷേഴ്സ് അഡീഷണലായിട്ട് ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നല്ല കാര്യമാണ്. സ്ത്രീ സുരക്ഷ എന്നുള്ള പദ്ധതി നേരത്തെ അനൗൺസ് ചെയ്തതാണെങ്കിലും 3850 കോടി എന്തോ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. 33 ലക്ഷം സ്ത്രീകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അതിൽ 16 ലക്ഷം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 62 ലക്ഷം ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ആക്സിഡൻറ്റ്, അതൊക്കെ എനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ആരെങ്കിലും പരിക്ക് പറ്റുകയോ മറ്റെന്തെങ്കിലും അപകടം ഉണ്ടാവുകയോ ചെയ്താൽ 4-5 ദിവസത്തേക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഐഡിയ നല്ലതാണ്. അതേപോലെ ഗിഗ് വർക്കേഴ്സിന് ഒരു ഹബ് അവർക്ക് വിശ്രമിക്കാനായിട്ട്, അങ്ങനെ കുറേ അധികം ക്ഷേമ പ്രവർത്തനങ്ങളുടെ അനൗൺസ്മെൻറ്റ്സ് ഇതിലുണ്ട്. അതെല്ലാം നല്ല കാര്യം തന്നെയാണ്, ജനങ്ങൾക്ക് ഗുണപ്രദമാവും. പക്ഷേ ഇപ്പം നീലിമ ചോദിച്ചതുപോലെ ഇതിനുള്ള പണം എവിടെ നിന്ന് വരും എന്നുള്ളത് കഴിഞ്ഞ ബജറ്റിലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം അതുതന്നെയാണ്. അവിടെ കഴിഞ്ഞ വർഷത്തെ 25-26 ബജറ്റിൻ്റെ മൊത്തം തോത് 1,90,800 കോടിയായിരുന്നു. അത് റിവൈസ് ചെയ്ത് ഈ ബജറ്റിൻ്റെ സമയത്ത് സാധാരണ യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ കണക്ക് റിവൈസ് ചെയ്യാം, മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ പോകാം. അപ്പോൾ ഈ 1,90,800 കോടിയുടെ മൊത്തം ചിലവും വരവും പ്രതീക്ഷിച്ചിരുന്ന ബജറ്റിൻ്റെ തോത് 25-26 1,92,000 1,92,000 കുറയ്ക്കുകയും അതിനോടൊപ്പം തന്നെ 26-27 ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത് 2,40,000 കോടി, അതായത് ഏകദേശം 48,000, റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 50,000 കോടിയുടെ ഡിഫറൻസാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വലിയ ഒരു തുകയാണ്. ഇത് എവിടെ നിന്ന് വരുന്നു? അപ്പോഴാണ് ആദ്യം എനിക്ക് ബഡ്ജറ്റ് ബ്രീഫ് ഡോക്യുമെൻറ്റ്സ് ഞാൻ കണ്ടില്ല, പക്ഷേ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക ഈ പ്രതീക്ഷ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ഫേഴ്സ്, അവരുടെ ടാക്സിൻ്റെ ഡെവല്യൂഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്രാൻറ്റ് ഇൻ എയ്ഡ് പരക്കെ അറിയപ്പെടുന്നതാണ്. അതിൻ്റെ തോത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മൊത്തം ഈ ട്രാൻസ്ഫർ 34,000 കോടി ആയിരുന്നത് 68,000 കോടിയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിൻ്റെ അർത്ഥം കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന ഈ ട്രാൻസ്ഫർ മിക്കവാറും 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമായിരിക്കണം 68,000 കോടി ആവുന്നുള്ള പ്രതീക്ഷ. അവിടെ രണ്ട് കാര്യം. ഇനിയിപ്പം ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയ ഗവൺമെൻറ്റിനും ധനമന്ത്രിക്കും ഒക്കെ ചിലപ്പം അഥവാ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ കേന്ദ്രം അത് അതേപടി സ്വീകരിക്കും എന്നുള്ള ഒരു ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ 2,40,000 കോടി എന്നുള്ള പ്രൊജക്ഷൻ വരുന്നത്. അപ്പം അവിടെ ഒരു പ്രശ്നം ഞാൻ നോക്കുമ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നിരന്തരമായിട്ടും കേന്ദ്ര അവഗണന. കേൾക്കാമോ നീലിമ? കേൾക്കാമോ നീലിമ? അപ്പോൾ ഒരു വിരോധാഭാസം നമ്മൾ നിരന്തരമായിട്ടും നമ്മൾ നിരന്തരമായിട്ടും കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു, കേന്ദ്രം ആവശ്യത്തിന് വായ്പ എടുക്കാൻ നമ്മൾ സഹായിക്കുന്നില്ല എന്നൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ പറയുന്നു. അതേസമയം അഡീഷണലായിട്ട് ചിലവ് വേണ്ടി വരുന്ന ഈ പുതിയ ബഡ്ജറ്റിൽ പ്രതീക്ഷയും ഹോപ്പും ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനും കേന്ദ്രത്തിൻ്റെ വിഹിതം
34,000 കോടിയായിരുന്നത് അതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ സമാനമായ തുകകളാണ്. 31, 32, 33, 34. ആ 34 എന്നുള്ളത് നേരെ ഡബിൾ ചെയ്ത് 68,000 കോടിയാവും എന്നുള്ളത് എത്രത്തോളം ഫലവത്താകും, എത്രത്തോളം ശരിയാവും ഈ പ്രതീക്ഷ എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും ഒരു അപ്രിഹെൻഷനുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് 34,000 68,000 ആയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കേരളത്തിൽ മെച്ചമുണ്ടാവട്ടെ. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ അർപ്പിക്കാനുള്ള കാരണങ്ങൾ ഈ ഗവൺമെൻറ്റിനുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അതിനോടൊപ്പം ഒരു കാര്യം കൂടി, കാരണം ഈ നിരന്തരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, കടക്കെണി, ഒരു ക്രൈസിസ്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇതിൽ ദയവേത് രാഷ്ട്രീയം കാണരുത്. കാരണം ഇതിപ്പം ഈ ഗവൺമെൻറ് മാറി UDF വന്നാലും BJP വന്നാലും എനിക്കുള്ള ഒരു പോയിൻ്റ് ഈ ക്രൈസിസിനെ കുറിച്ച്, നമ്മൾ ഈ സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3 അല്ലെങ്കിൽ 3.5 അത് നമ്മൾ നിയന്ത്രിക്കുന്നു. കേന്ദ്രത്തിന് എത്ര വേണമെങ്കിലാവാം. കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി 2021-22 9%. 6.8 പിന്നെ 5 സംതിങ് ആയി. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ വർഷത്തെ പ്രൊജക്ഷൻ പോലും കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി 4.4% ആണ്. ആൻഡ് അവിടെ നീലിമ ഈ FRBM ആക്റ്റിൽ ഡെഫിസിറ്റിനെ കുറിച്ച് വേർതിരിച്ചുള്ള ടാർഗറ്റ് ഇല്ല. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും. മാഡം അതിനുള്ള ഉത്തരം മാത്രമേ എനിക്ക് വേണ്ടുന്നുള്ളൂ. കാരണം മാഡം അറിയാമെന്നുണ്ടെങ്കിൽ അത് പറയണം. അതായത് FRBM ആക്റ്റിലെ ടാർഗറ്റ് കേന്ദ്രത്തിന് സെപ്പറേറ്റ് ഉണ്ടോ, സംസ്ഥാനങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ടോ? എൻ്റെ അറിവിൽ 3% രണ്ടുപേർക്കും ബാധകമാണ് 2003 മുതൽ. അപ്പം നമ്മൾ ഇവിടെ ഒരു ക്രൈസിസ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കടത്തിൻ്റെ തോത് GDPയുടെ 57%. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മാത്രം കടത്തിൻ്റെ തോത് 57%. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാം കൂടി ചേർക്കുമ്പോൾ 30%, കേരളത്തിന് 4%. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം FRBM ആക്ടിൻ്റെ പ്രൊവിഷൻ ഡെറ്റ് ടു GDP എനിക്കറിയാം, സംസ്ഥാനത്തിന് 20 കേന്ദ്രത്തിന് 40. അതെടുത്താൽ പോലും 40 ടാർഗറ്റ് ഉള്ളപ്പോൾ ഒരു കക്ഷി 57 ആവുന്നു, 20 ടാർഗറ്റ് ഉള്ളപ്പോൾ വേറൊരു കക്ഷി 34. നമ്മൾ ഈ 34 റീച്ച് ചെയ്ത ആ പാർട്ടിയെക്കുറിച്ച്, ആ കക്ഷിയെക്കുറിച്ച് ക്രൈസിസാണ്. ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണമാവുന്നു. ഇവിടെ ഈ കടക്കെണിയിലാണ്. 57 ആൾക്ക് ഒരു പ്രശ്നവുമില്ല. ശരിയാണോ? അല്ലെങ്കിൽ നമ്മൾ അതും സമ്മതിക്കണം, ഇന്ത്യ തന്നെ കടക്കെണിയിലാണ്. ഒരിക്കലും അല്ലല്ലോ. ഇന്ത്യൻ സമ്പദ്ഘടന വളരെ ഊർജ്ജസ്വലതയോടുകൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് എൻ്റെ അഭിപ്രായത്തിൽ വിദഗ്ധ ഈ എക്കോണമിസ്റ്റുകൾ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഇത് മാത്രമേ ഉള്ളൂ. 3% FRBM ആക്ട് പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബാധകമാണ്. ഒരു ചേരി തിരിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ കടക്കടി കേന്ദ്രത്തിൻ്റെ അഭിപ്രായം, ഇതാണ് എൻ്റെ ചോദ്യം. ശ്രീ ആദികേശവൻ, അപ്പോൾ പറയുമ്പോൾ പോലും ചെറിയൊരു പ്രശ്നമുണ്ട് അതിൽ. രാജ്യത്തിൻ്റെ ഈ കടം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കടം എടുത്തായാലും അത് വികസന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു, പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നാൽ ഈ പൈസ മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതായാലും കടമെടുക്കുന്നതായാലും ഈ പൈസ മുഴുവൻ ഇവിടുത്തെ ശമ്പളവും പെൻഷനും കൊടുക്കാനാണ് ഭൂരിഭാഗവും വിനിയോഗിക്കുന്നത്. അതുപോലെ സർക്കാരിന് ഖ്യാതി കിട്ടാവുന്ന ചില പ്രോജക്റ്റുകളിലേക്ക്, ചില ക്ഷേമ പദ്ധതികളിലേക്ക് പണം കണ്ണും പൂട്ടി അങ്ങ് കൊടുക്കുകയാണ്. ഇതാണ് ഉയരുന്ന ഒരു ആക്ഷേപം. അതെ, നീലിമ വളരെ നന്നായി ഈ പോയിന്റ് കൊണ്ടുവന്നതിൽ. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ ഇപ്പം 62 ലക്ഷം സോഷ്യൽ വെൽഫെയർ പെൻഷനേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഉന്നയിക്കണം. 62 ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു സർക്കാർ പറയുമ്പോൾ 27 ലക്ഷം മാത്രമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ്. ഒരു മിനിറ്റ് മാഡം. അതായത് നീലിമ, 27 ലക്ഷം മാത്രമാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ. അതേപോലെ ഇപ്പം ഈ സ്ത്രീ സുരക്ഷ 32 ലക്ഷം ഉണ്ടെങ്കിൽ എത്രയാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ കൂടി നൽകുന്നത്? അതേസമയം അവിടെയാണ് ലീക്കേജ് വരാവുന്നത്.
അപ്പോൾ എന്തുകൊണ്ട് 62 ലക്ഷത്തിൽ ഏകദേശം 35 ലക്ഷത്തോളം ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ട് പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത്? അഖിലേന്ത്യാ തലത്തിൽ PM കിസാൻ DBT അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണല്ലോ. ഈ ഇടയ്ക്ക് ബീഹാറിൽ 10,000 രൂപ വീതം 1 കോടി വനിതകൾക്ക് കൊടുത്തല്ലോ. 10,000 കോടി അക്കൗണ്ട് ട്രാൻസ്ഫർ. കേരളത്തിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ അവിടെയാണ് ഈ നിലിമ പറഞ്ഞതുപോലെ ഈ എഫക്റ്റീവ്നെസ് ഓഫ് യൂട്ടിലൈസേഷൻ. ഞാൻ എഗ്രി ചെയ്യുന്നു, സംസ്ഥാന സർക്കാർ അതിന് ഉത്തരം പറയേണ്ടി വരും. അതേപോലെ തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിലിമ, ഇന്നലെ നമുക്ക് പുറത്തിറങ്ങിയ എക്കണോമിക് സർവേ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ വളർച്ച നിരക്ക് 24-25 അഖിലേന്ത്യാ തലത്തിൽ 6.5 ആയിരുന്നപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ വളർച്ച 6.19. 24-25 23-24 അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ രാജ്യം 9% റിയൽ GDP ഗ്രോത്ത് ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് 6.75 ഉള്ളൂ. അപ്പോൾ വളർച്ച ശരിക്കും നാഷണൽ ആവറേജ് വരെ പോലും വരുന്നില്ല. ഇങ്ങനത്തെ ലീക്കേജിന് സാധ്യതയുള്ള രീതിയിലാണ് ക്ഷേമപ്രവർത്തനം ഇവിടെ നടക്കുന്നത്. അവിടെയാണ് കേരളത്തിന്റെ പ്രശ്നം എന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്.